കാലിന് ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്ന് പരാതി ഉയരുന്നു. മലപ്പുറം തിരൂരിലെ ജില്ലാ ആശുപത്രിയിലെത്തിയ തിരുനാവായ കൊടക്കല്ല് സ്വദേശി ചാത്തപ്പൻ 3 മണിക്കൂറാണ് വേദന സഹിച്ച് കഴിഞ്ഞത്. പിന്നീട് പണം സംഘടിപ്പിച്ച് സ്വകാര്യ ആംബുലൻസ് വിളിച്ചാണ് ചാത്തപ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരൂരിന്ന് പറഞ്ഞു ഇവിടെ പറ്റൂല, ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ല, കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞു. 2 വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് വണ്ടി ഡ്രൈവർ വന്ന് വിളിച്ചിട്ട് വരുന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് ആണ് ഇത് കിട്ടിയ. ഡോക്ടർ പറഞ്ഞു ഈ നമ്മളിവിടുത്തെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പൈസൻ്റെ ആവശ്യമില്ല. അപ്പോൾ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡ്രൈവർമാർ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ലാസ്റ്റ് പിന്നെ പുറത്തുനിന്ന് വിളിക്കേണ്ടി തന്നെ വന്നു. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വിളിച്ച് കൊണ്ടുപോയി. തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. തിരൂർ തിരുനാവായ കൊടക്കല്ല് സ്വദേശിയായിരിക്കുന്ന ചാത്തപ്പൻ എന്ന് പറയുന്ന വയോധികനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ചാത്തപ്പൻ കൂലിപ്പണിക്കാരനായ തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസം തൊഴിലിനിടെ ഇദ്ദേഹത്തിന്റെ കാലിലേക്ക് ചെങ്കല്ല് വീണാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കുടുംബം 108 ആംബുലൻസിനെ സമീപിക്കുന്നത്. ആ സമയത്ത് ഡോക്ടറും ഇതുമായി ബന്ധപ്പെട്ട് 108 ആംബുലൻസിനെ സമീപിച്ചപ്പോൾ ആംബുലൻസ് ലഭ്യമല്ല എന്നുള്ളതാണ് 108ൽ നിന്നും ലഭിച്ചിരുന്ന വിവരം എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പിന്നാലെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ അംഗവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗവും 108നെ സമീപിച്ചു. അപ്പോഴും ആംബുലൻസ് വിട്ടുതരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബവും ജില്ലാ പഞ്ചായത്ത് അംഗവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്താണ് കഠിനമായ വേദന സഹിച്ച് ചാത്തപ്പൻ എന്ന് പറയുന്ന ഈ വയോധികനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നത്. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ കുടുംബത്തിന് കയ്യിൽ കാര്യമായ പണവും ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്വകാര്യ ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബന്ധുക്കളും മറ്റുള്ളവരും എത്തി പണം സംഘടിപ്പിച്ച അപ്പോഴേക്കും 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. പിന്നീട് രാത്രി 10 മണിയോട് കൂടെയാണ് ഈ തിരൂരിൽ നിന്നും ഈ ചാത്തപ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും തിരികെ പുലർച്ചെ പിന്നീട് തിരൂരിലേക്കും ചികിത്സയ്ക്ക് ശേഷം എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഈ 108 ആംബുലൻസ് ലഭ്യമായതിനെ തുടർന്ന് ഈ 3 മണിക്കൂറാണ് വയോധികൻ ഈ വേദന സഹിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭിണികൾക്ക് ഒപ്പം തന്നെ അതിദരിദ്രർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യ സേവനത്തിന് വേണ്ടിയാണ് ഈ 108 ആംബുലൻസ് എന്നുള്ള സംവിധാനം ഒരുക്കിയത് തന്നെ. താങ്ക് യു സമീർ ബിൻ കരീം.